അതിൻ്റെ ഉള്ളിലോട്ട് നേരെ അറ്റത്തോട്ട് കയറിപ്പോയി താഴത്തോട്ട് ഇറങ്ങി എൻ്റെ വണ്ടി കിടക്കുന്നു എൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ നിൽക്കണം. പിന്നെ അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല സ്റ്റെല്ല മോളെ. പിന്നെ നീ എന്താ ഇങ്ങനെ എല്ലാ ദിവസവും നേരം വൈകി വരുന്നേ? അതെ ഡോക്ടറെ, എനിക്കൊരു രോഗം. ഞാൻ 2 അടി മുന്നോട്ട് വയ്ക്കുമ്പോൾ 4 അടി പിന്നോട്ട് പോകും, 4 അടി മുന്നോട്ട് വെക്കുമ്പോഴോ 8 അടി പിന്നോട്ട് പോകും. അപ്പൊ സ്റ്റെല്ല എങ്ങനെ ഇവിടെ എത്തി? ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ഇപ്പൊ ഈ സ്റ്റെല്ലയുടെ ഒരു കാര്യം എന്നെ ചിരിപ്പിച്ച് കൊല്ലും. സ്റ്റെല്ലയുടെ ഒരു പല്ലിറങ്ങുന്നുണ്ടല്ലോ, എടുക്കട്ടെ? ഡോക്ടറെ, ഡോക്ടറുടെ പല്ല് ഇളകാൻ നോക്കിക്കോട്ടോ. അറ്റൻഡറെ, താൻ എവിടെ പോയി കിടക്കാറോ? താനത് എവിടെ പോയതാണോ? എന്റെ ഡോക്ടറെ, ഡോക്ടറല്ലേ ഈ പ്രാന്താശുപത്രിയിൽ ഓണമാണെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയത്. എന്നിട്ട് പരിപാടികൾ അവതരിപ്പിക്കാൻ ഭ്രാന്തന്മാരെ കുറെ ക്ലബുകൾ ഉണ്ടാക്കി. അതിനെന്ത് പറ്റിയുള്ള അവർക്ക്? ആ പാട്ട് പാടാനുള്ള ഒരു ക്ലബ് ഉണ്ടല്ലോ. എന്നിട്ട് പാട്ട് കൂട്ടോ അവനെ സാധനം ചെയ്യാനെന്ന് പറഞ്ഞ് അപ്പുറത്ത് കുളത്തിൽ പോയി ചാടി. അവരെ ചെയ്യുമ്പോഴും കേട്ട് അവിടെ കെട്ടിയിട്ടുള്ള പശു കയറും പൊട്ടിച്ചോടി. പ്ലസ് ആ ഓട്ടം നിർത്തിയിട്ടില്ല. അതിന് താനെന്തിനാ പുറകെ ഓടിയത്? മുമ്പിലോടെ ഓടാൻ പറ്റിയില്ല.
സീരിയസ് ആയോ? എന്തു പറ്റി? അതാ ഇപ്പോഴത്തെ ഫാഷൻ. കല്യാണം കഴിഞ്ഞാൽ സീരിയസ് ആവും. ആ അതെ, ഞാൻ കൂടി സാധനം കഴിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. എങ്ങോട്ടേക്കാണ് നിങ്ങളൊക്കെ കൂടി? എല്ലാവരും പോകുന്നു, എല്ലാവരും പോകുന്നു, എല്ലാവരും പോകുന്നു, എല്ലാവരും പോകുന്നു. ഡോക്ടറെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് വരാം. ഒന്ന് കണ്ണു തെറ്റിയാൽ അപ്പോഴേക്ക് തുടങ്ങിക്കോളും. പിന്നെ ഞാൻ പ്രാന്തമാരുടെ കാര്യം പറഞ്ഞു. ഡോക്ടറെ, ഇംഗ്ലീഷ് തലയ്ക്ക് വിളിച്ച് പ്രാന്തായമാരെല്ലാം അവിടെ വരുന്നുണ്ട്. യുവമാരൊക്കെ മലയാളം പറഞ്ഞാൽ തന്നെ മനസ്സിലാവണല്ലോ, അപ്പോഴാ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കൂട്ടും. പാഠം ചൊല്ലി പഠിച്ചു, തല്ലി പഠിച്ചു, അറിയൊരാളാകും കേട്ടോ ഞാൻ ഒരാളാകും. ഓട്ടോ പൈലറ്റ് പോലാകും. ഇങ്ങോട്ട് വന്നേ. Yes, sir, doctor. Yes, sir, doctor. Where you want? How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of decency and degenerating of Miami Beach to Washington DC, when diplomacy duplicity became inchargeable from complicated America to America. Doctor, I can't go outdoors. കേറി പോടാ. കണ്ട ഡോക്ടറെ, ഇതൊക്കെയാണ് ഇവിടുത്തെ കുഴപ്പം. വെരി അനുസരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഓണപരിപാടി നമുക്ക് ഗംഭീരമാക്കണം. ഇത്തവണ ആ മാക്രീസ് ക്ലബിന്റെ താളച്ചാട്ടം ഉണ്ടാവില്ലേ, അതിലാ മൂത്ത വേദന കൊള്ളാം. അവനാ ചങ്ങലയിടാൻ സമ്മതിക്കില്ല. പല കഴുത്തിലൊരു കയറും കെട്ടിക്കൊണ്ട നടക്കും. അതാ വരുന്നുണ്ടല്ലോ. തന്റെ കൂടെയുള്ളവരൊക്കെ ഇവിടെ പോയി. പിന്നാലെ വരുന്നുണ്ട്. നമ്മുടെ ഓണപരിപാടികൾ വല്ലതും നടക്കുമോ? ചിന്തിച്ച ഒരു അന്തമില്ല. ചിന്തിച്ചില്ലെങ്കിലോ ഒരു കുന്തമില്ല. നീ ഗുളിക കഴിച്ചോ? ഗുളിക എന്ന് പറയുമ്പോൾ 2 സൈസ് ഗുളികയുള്ളേ. ഒന്ന് പച്ച ഗുളികയും ഒന്ന് മഞ്ഞ ഗുളികയും. പച്ച ഗുളിക കഴിച്ചിട്ട് ചോപ്പ ഗുളിക കഴിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് മഞ്ഞ ഗുളിക ഇടയിൽ കയറി വന്നത്. അപ്പോൾ 2ഉം കഴിച്ചിട്ട് നീല ഗുളിക കഴിക്കാൻ വിചാരിച്ചു. അപ്പൊ നീല ഗുളിക നോക്കിയിട്ട് കാണാനില്ല. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും കാലത്തെ ഗുളികയുടെ സമയം കഴിഞ്ഞു പോയി. അപ്പോഴാണ് ഞാൻ പുസ്തകം എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ നീ എന്തേ പറഞ്ഞിരുന്നേ? അത് പിന്നെ ഇതാണ് കുഴപ്പം. ചക്ക എവിടെന്ന് ചോദിച്ചാൽ മാങ്ങ എവിടെയെന്ന് പറയും. പറയുന്ന അവനും ഒന്നും മനസ്സിലാവില്ല, കേൾക്കുന്ന നമുക്കൊന്നും മനസ്സിലാവില്ല. ഈ വട്ടന്മാരെ കൊണ്ട് എങ്ങനെ ഓണപരിപാടി ആഘോഷിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇനി അധികം ദിവസമല്ല, വെറും 5-10 ദിവസമല്ല ഉള്ളൂ. അതെ. എടോ, താൻ പോയി അവന്മാരെയൊക്കെ ഒന്ന് വിളിച്ച്. വാ വാ, എല്ലാരും വാ. ഡോക്ടർ വിളിക്കുന്നു, വാ. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിങ്ങളുടെ ആ പഴയ ഭ്രാന്ത് ഉഷാറൊക്കെ എവിടെ പോയി? കണ്ടിരുന്നത് അതൊക്കെ എവിടെ പോയി കുട്ടി?
എൻ്റെ മരുന്നൊക്കെ ഏൽക്കാൻ തുടങ്ങിയോ? ഇവിടുന്ന് പോയ വട്ടന്മാർ വരെ ഇങ്ങോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഇവിടെ എന്തുമാത്രമാണ് തല്ലുകൂടാറുള്ളത്? ഭക്ഷണ കാര്യത്തിൽ പോലും ഇപ്പൊ ഇതൊന്നും കാണാനില്ലല്ലോ. നിങ്ങൾ ആരംഭിണ്ടാക്കാം, തമ്മിൽ ചാവണം. എന്നാലേ നമുക്ക് ഓണം അടിച്ചു പൊളിക്കാൻ പറ്റൂ. എന്നാ